ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെ ചൊല്ലി അമേരിക്ക പ്രഖ്യാപിച്ച 50% തീരുവ വർധനയും സെക്കൻഡറി സാങ്ഷൻസ് എന്ന ഭീഷണിയും ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ട്രംപ് ഇന്നലെ കൂടുതൽ തീരുവ വർധനവുകൾ ഒഴിവാക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിച്ചു. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇങ്ങനെയൊരു തീരുമാനം ട്രംപ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിലും ഈ ഭീഷണിയൊന്നും ഒരുപാട് കാലം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചു. നേരത്തെ 0.5% താഴെ മാത്രമായിരുന്ന റഷ്യൻ എണ്ണ ഇറക്കുമതി ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 35 മുതൽ 40% വരെയാണ്. ഈ ഓഗസ്റ്റിലെ കണക്കെടുത്താൽ പ്രതിദിനം 20 ലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തു. ഈ വർധന ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ടാണ്. റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വില, അതായത് ബാരലിന് $2 ഡിസ്കൗണ്ട് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് സഹായമായി. എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വാദിച്ച് ട്രംപ് ഈ മാസം 27 മുതൽ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. 2 ദിവസം മുമ്പ് അമേരിക്കയിലെ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരെ സെക്കൻഡറി താരിഫ് നടപ്പിലാക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും ട്രംപ് തന്റെ നിലപാട് മയപ്പെടുത്തി കൂടുതൽ തീരുവ വർധനവുകൾ ഒഴിവാക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും പുതിയതായി ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇന്ത്യ അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതിനു പുറമെ ചൈനയ്ക്കുമേൽ സമാനമായ തീരുവ ഏർപ്പെടുത്തുന്നത് വിനാശകരമാവുമെന്നും എന്നിരുന്നാലും ആവശ്യമെങ്കിൽ അത് ചെയ്യുമെന്ന് അദ്ദേഹം വീമ്പ് പറയുന്നുണ്ട്. വെറും ഭീഷണി അല്ലാതെ എന്തു പറയാനാ? ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ തീരുവ വർദ്ധിപ്പിച്ചതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ അമേരിക്കയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടി എന്ന് പറയുന്നതാവും ശരി. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഊർജ്ജ വില നിലവാരം നിലനിർത്തുവാനും വിപണിയിലെ മത്സരക്ഷമത ഉറപ്പാക്കാനും അത്യന്താപേക്ഷിതമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഗ്യാസ് ഇറക്കുമതി തുടരുന്നുണ്ട്. കൂടാതെ അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് യുറേനിയം, പലാഡിയം, രാസവള എന്നിവ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി റഷ്യയുമായുള്ള വ്യാപാരം തുടരേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. പുതിയതായി രൂപപ്പെടുന്ന ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനത്തോടെ കൂടുതൽ കരുത്താർജിക്കുമോ എന്ന പേടിയും ട്രംപിന് ഉണ്ടായി കാണണം. റഷ്യയുടെ വില കുറഞ്ഞ എണ്ണ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് നിർണായകമാണ്. അമേരിക്കയുടെ തീരുവ വർധന ഇന്ത്യയുടെ വ്യാപാര മത്സരക്ഷമതയെ ബാധിക്കുമെങ്കിലും ഇന്ത്യ ഒരിക്കലും നമ്മുടെ ദേശീയ താൽപ്പര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. അമേരിക്കയ്ക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ചൈനയുമായി ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ. ഇന്ത്യയിലെ യുവ തൊഴിലാളികളും അമേരിക്കയെ അപേക്ഷിച്ച് കുറഞ്ഞ വേതനവും ഇതിനെല്ലാം പുറമെ ഇന്ത്യയിലെ വലിയ വിപണിയും ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ ട്രംപിന് കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പലതവണ വഴിമുട്ടിയിട്ടും അമേരിക്ക തന്നെ വീണ്ടും അതിനായി മുൻകൈയെടുക്കുന്നതും ഈ മാസം വീണ്ടും അമേരിക്കൻ പ്രതിനിധികൾ വ്യാപാര ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തുന്നതും. ഇന്ത്യയെ ആശ്രയിക്കരുതെന്ന് ട്രംപിന്റെ മനസ്സിലുണ്ടെങ്കിലും അതൊരിക്കലും സാധിക്കില്ലെന്ന് മാത്രം. ഇനി ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ.